ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 15-ാം തീയതി, 16, 17-ാം തീയതി നമ്മുടെ കർക്കിടക മാസം ആരംഭമാണ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദുക്കൾക്ക് രാമായണ മാസം കൂടിയാണ് അല്ലേ. നമുക്ക് വളരെ വിശുദ്ധമായിട്ടുള്ളൊരു മാസമായിട്ടാണ് നമ്മൾ കർക്കിടക മാസത്തിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ സാധാരണ പഞ്ഞമാസം എന്നാണ് പറയുക. അപ്പോൾ ആ പഞ്ഞമാസത്തിൻ്റെ ആ പഞ്ഞൊക്കെ കളഞ്ഞ് നമുക്ക് ഈശ്വരൻ്റെ ഒരു കൃപ നമ്മുടെ വീട്ടിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടകമാകുമ്പോഴേക്കും ശ്രീ ഭഗവതിക്ക് വയ്ക്കുകയും അതുപോലെ തന്നെ ചേട്ടാ ഭഗവതിയെ നമ്മൾ വീട്ടിൽ നിന്ന് കളയുകയൊക്കെ ചെയ്യുക, രാമായണം വായിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ കർക്കിടക മാസത്തിൻ്റെ ആരംഭത്തിലേക്കായിട്ട് ഞാൻ വീടിൻ്റെ ചുറ്റുപാടൊന്ന് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ നിങ്ങളുടെ വീട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീടും ചുറ്റുപാടൊക്കെ 17-ാം തീയതിക്ക് മുമ്പായിട്ട് ഒന്ന് വൃത്തിയാക്കി നമ്മുടെ വീട്ടിലേക്കും ഒരു ശ്രീ ഭഗവതി അഥവാ ഐശ്വര്യം വരത്തക്ക രീതിയിൽ നമ്മുടെ വീടിനെ ഒന്ന് വൃത്തിയാക്കിയിടാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പടി കടന്ന് വരുന്ന ഭാഗവും കാർ പോർച്ചൊക്കെയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. മാറാല വൃത്തിയാക്കലാണ് കേട്ടോ. ഈ മാറാല വലകൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അതുപോലെ കാർ പോർച്ചിലായാലും ഒക്കെ നമ്മൾ മാസത്തിൽ ഒരിക്കലും മാറാല തട്ടിയില്ലെങ്കിൽ നിറച്ച് മാറാലയോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ട്യൂഷൻ തുടങ്ങിയ പിന്നെ എനിക്ക് അങ്ങനെ എല്ലാത്തിലേക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാർ പോർച്ചിലൊക്കെ നല്ല മാറാലയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആ മാറാല കോലെടുത്തിട്ട് കാർ പോർച്ചിൻ്റെ എല്ലാ മാറാലകളും തട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മാറാല തട്ടുക എന്ന് പറയുന്നത് തന്നെ മാറാല ഐശ്വര്യം, അമ്മയൊക്കെ പറയാറ് മാറാല എന്ന് പറഞ്ഞാൽ ഐശ്വര്യക്കേടാണ്. സ്ത്രീകൾ എപ്പോഴും മാറാലയൊക്കെ തട്ടണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മാറാല തട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ കൂടുതലായിട്ടും മൊബൈലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മുടെ പകുതി നേരം പോകുന്നത് ഈ മൊബൈൽ നോക്കിയിരുന്നിട്ടാണ് അല്ലേ. അപ്പം കാർ പോർച്ചിലെ മാറാലയൊക്കെ ഒരുവിധം തട്ടി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് കണ്ടത് കേട്ടോ. അപ്പോൾ ചെരുപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച മാതിരിയാണ് ഇട്ടിരിക്കുന്നത്. അതൊന്നും ഒരു ഒതുക്കില്ല. അപ്പോൾ അവിടെ മാറാലയും പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാറാലയും പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ആ ചെരുപ്പിനെയൊക്കെ നല്ല വൃത്തിയായിട്ട് സ്റ്റാൻഡിൽ വെച്ചേക്കാം. അപ്പോൾ ഈ സ്റ്റാൻഡ് ഞാൻ ഷീറ്റ് ഇട്ടപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ, ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ 2 തട്ട് ജനാലയുടെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിരിക്കുന്നത് ഞാൻ ചെടി വെക്കാൻ വേണ്ടിയിട്ടുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഷൂ സ്റ്റാൻഡ് ഇപ്പോൾ നല്ലൊരു ഷൂ റാക്കില്ലേ, നല്ല വൈറ്റ് കളറിൽ ചുമരുമനെ പിടിപ്പിക്കണത്, അത് വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആശയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഷൂ റാക്കിൻ്റെ അവിടെ നമുക്ക് കുറച്ച് ചെടിയൊക്കെ ഒന്നും കൂടി വെച്ച് അലങ്കരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മണി പ്ലാന്റ് വെച്ച ഭാഗത്തൊക്കെ ഉണ്ട് മാറാല കേട്ടോ. അതുപോലെ മണി പ്ലാന്റിൻ്റെ ഇടയിലും നിറച്ച് മാറാല നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് ആ മാറാലയൊക്കെ കളഞ്ഞ് കഴിഞ്ഞാൽ മാറാലയും ആ എട്ടുകാലിയൊക്കെ വരുമ്പോൾ ആ ചെടിയും ചിലപ്പോൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള മാറാലിനെയൊക്കെ കളഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് കേട്ടോ അത്. ആ പച്ചപ്പ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വെള്ളം ഒഴിക്കാനൊക്കെ മറക്കും കേട്ടോ. നമ്മൾ മഴയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാത്തിനും വെള്ളം കിട്ടിയല്ലോ എന്ന് വിചാരിക്കും. എന്നാലും ചിലപ്പോൾ രാത്രിയൊക്കെ ആവും എനിക്ക് ഓർമ്മ വരിക. അപ്പം ഞാൻ ഓടി വന്ന് ഇവിടേക്കൊക്കെ പാവങ്ങൾ വെള്ളം ഒഴിക്കും കേട്ടോ. ആ പച്ചപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാർ പോർച്ചിലേക്ക് കയറി വരുമ്പോൾ ആ ചെടികളും പച്ചപ്പും ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമുക്ക് പുറത്ത് നമ്മൾ ഒരു യാത്ര കഴിഞ്ഞ് ഓടി വരുമ്പോൾ നമ്മുടെ കാർ പോർച്ചിലേക്ക് കയറുമ്പോൾ ഈശ്വര സ്വർഗ്ഗം എന്നാണ് കേട്ടോ വിചാരിക്കുക. അത്ര തണുപ്പാണ് നമ്മുടെ കാർ പോർച്ചിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിണറിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് മുളകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ചെറിയ മുളകാണ്, അതിലൊക്കെ നന്നായിട്ട് മുളക് ഉണ്ടായി തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിലും മഴയൊക്കെ പെയ്തതിന് ശേഷം നിറച്ച് പുല്ല് മുളച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് എല്ലാത്തിനും കൂടി, അതായത് നമ്മുടെ കൈ എല്ലാത്തിനും കൂടി അങ്ങോട്ട് എത്തണില്ല കേട്ടോ. ട്യൂഷനും വീട്ടിലത്തെ കാര്യങ്ങളും യൂട്യൂബും, അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് ഇത് ഇവിടെയൊന്നും പുല്ലൊന്നും മുളയ്ക്കാറില്ല, പക്ഷേ ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയിലത്തെ പുല്ലൊക്കെ കളഞ്ഞ് ആ പുല്ലൊക്കെ മുളകും തൈയുടെ കടക്കിലേക്ക് ഇട്ടിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ആ മുളകും തൈയിനെ ഒന്ന് ഉഷാറാക്കുകയാണ് കേട്ടോ. ഈ മുളകും തൈ എപ്പോഴും എനിക്ക് എന്തോ മറ്റു മുളകുകളേക്കാളൊക്കെ ഇഷ്ടം ഈ ചൂര്യമുളക് അഥവാ കാന്താരി മുളക് എന്ന് പറഞ്ഞ ഈ മുളകാണ് കേട്ടോ. ഉപ്പേരിയിലേക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കര സ്വാദാണ് ഈ മുളകിന് എനിക്ക് തോന്നാറ്. നിങ്ങൾക്കൊക്കെ ഏത് മുളകാണ് ഇഷ്ടം? കാന്താരി മുളക് ഇഷ്ടമാണോ? പിന്നൊരു കാര്യം, നമ്മൾ കളയ്ക്കുമ്പോഴേ മണ്ണൊക്കെ ഡ്രൈ ആയി തുടങ്ങിയെന്ന്. നല്ല വർഷക്കാലമാണ്. ആ വർഷക്കാലമായിട്ട് പോലും ഇക്കൊല്ലം മഴ എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടില്ലാത്ത കാരണം കളയ്ക്കുമ്പോൾ അടിഭാഗത്തൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുക കേട്ടോ. എനിക്കത് കാണുമ്പോൾ നല്ല പേടിയുണ്ട്. കാരണം വേനൽക്കാലമൊക്കെ ആകുമ്പോഴേക്കും എന്താവും അവസ്ഥ എന്ന് അറിഞ്ഞുകൂടെ. എൻ്റെ ചെടികളൊക്കെ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്താവും, കിണറിൽ വെള്ളമൊന്നും ഇല്ലാണ്ടായാൽ. നമ്മൾക്ക് ഒരു കൊല്ലം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, വെള്ളം തീരെ ഇല്ലാണ്ട് എല്ലാവരും കിണറൊക്കെ വീണ്ടും വീണ്ടും ആഴത്തിൽ കുഴിച്ചിരിക്കുന്ന ഒരു കൊല്ലം
കൊല്ലം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളും അങ്ങനെ ഒരു പ്രാവശ്യം നന്നായിട്ട് ആഴത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നീട് അതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ ഇത് കണ്ടിട്ട് വെള്ളം തീരെ കുറയുന്ന ഒരവസ്ഥയാണ് കേട്ടോ. നമ്മൾ ഈ മണ്ണ് കളയ്ക്കുമ്പോഴേ എന്ത് ഭംഗിയാന്ന്, അതിൻ്റെ പുല്ലൊക്കെ കളഞ്ഞ് ആ മണ്ണിങ്ങനെ കളച്ച് നിൽക്കണ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ. പണ്ടുള്ളവർ പറയില്ലേ, മണ്ണും പെണ്ണും കിട്ടേണ്ടവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാവുമെന്ന്. ചില പെൺകുട്ടികൾ കണ്ടിട്ടില്ലേ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ലൊരു പ്രത്യേക ഭംഗി വയ്ക്കും. അതുപോലെ തന്നെയാണ് മണ്ണ്. നല്ല കർഷകരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ മണ്ണ് എന്ന് പറയുന്നത് പൊന്നു പോലെയാവട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മണ്ണിൽ കൈയിട്ട് അതൊക്കെ വൃത്തിയാക്കാനും, അതുപോലെ നമ്മൾ കളച്ച് കഴിഞ്ഞിട്ട് ആ മണ്ണ് പുല്ലൊന്നും ഇല്ലാണ്ട് എല്ലാം ചെത്തി മിനുക്കി ആ മണ്ണ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് അതാണ് കേട്ടോ. മണ്ണിൽ കൈയിടാനോ ചെളിയാവും എന്നുള്ള പേടിയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ അത് കാരണം തന്നെ കൈയൊക്കെ നല്ല മണ്ണൊക്കെ ഇതായിട്ട് വൃത്തികേടായിട്ടായിരിക്കും അപ്പോൾ അതുപോലെ ഇപ്പുറത്തും അതെ, കുറച്ച് ചീരച്ചേമ്പും ചെടികളും മുളകും അതുപോലെ ചാമ്പയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തും അതെ നമ്മൾ പുല്ലൊന്ന് ചെത്തിക്കളയുന്നുണ്ട് കേട്ടോ. നമ്മുടെ കർട്ടൻ പ്ലാന്റ് കൂടുതലായിട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് മുകളിലേക്ക് ആക്കി ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ച് നല്ല വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തും പുല്ല് പറിച്ച് വൃത്തിയാക്കാണ്. നിങ്ങളുടെ ഭാഗത്തൊക്കെ ശ്രീ ഭഗവതിക്ക് വെക്കാറുണ്ടോ? പണ്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ. ആൾ ഉണ്ണിച്ചേട്ടൻ്റെ അമ്മ എന്നും അമ്പലത്തിൽ, കൂടൽമാണിക്ക് അമ്പലത്തിൽ പോയി തൊഴുന്ന ആളാണ്. അങ്ങനെയാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ആൾ വൈകുന്നേരം എല്ലാ 10 ഇലകൾ 10 പുഷ്പങ്ങളും പൊട്ടിക്കാനായിട്ട്, ദശപുഷ്പങ്ങൾ പൊട്ടിക്കാനായിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ അന്ന് കുട്ടികളായിരുന്നു. അപ്പോൾ ഞങ്ങളും അമ്മയുടെ കൂടെ പോയിട്ട് എല്ലാം പറിച്ചിട്ട് എടുക്കാറുണ്ട്. എന്നിട്ട് എല്ലാത്തിനെയും നന്നായിട്ട് കഴുകി ഒരു ഇലയിലാക്കിയിട്ട് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ അവിടെ വയ്ക്കുക. അതുപോലെ തന്നെ മുക്കുറ്റി നന്നായി രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ലോണം മുക്കുറ്റി എടുത്തിട്ട് അതിൽ മുക്കുറ്റി ചാന്തുണ്ടാക്കി ഒരു അടപ്പിലാക്കി വെക്കും. അപ്പോൾ വരണവർക്ക് മുഴുവൻ മുക്കുറ്റി തൊടാനായിട്ട് കിട്ടും കേട്ടോ. അതൊക്കെ പണ്ടത്തെ ഓർമ്മയാണ്. പിന്നെ അങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല. 10 ദശപുഷ്പം എന്ന് പറഞ്ഞാൽ 10 എണ്ണമൊന്നും കിട്ടില്ല. കിട്ടണതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു 3-4 എണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വയ്ക്കും. അമ്മ പറയാറുണ്ട്, ശ്രീ ഭഗവതി കുടിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലത്തെ ചേട്ടാ ഭഗവതിയെ പുറത്താക്കണം. അതാണ് ഈ കർക്കിടക മാസത്തിൽ വരുമ്പോൾ എല്ലാം വൃത്തിയാക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചേട്ടാ ഭഗവതി കുടിയിരിക്കുന്ന പറയണം. അപ്പോൾ ശ്രീ ഭഗവതിക്ക് എല്ലായിടത്തും പ്രവേശനമുണ്ട്. പക്ഷേ ചേട്ടാ ഭഗവതിക്ക് പ്രവേശനം ഇല്ലാത്തത്, ശ്രീ ഭഗവതി എവിടെയാണോ ഇല്ലാത്തത് അവിടെ നിനക്ക് പ്രവേശിക്കാമെന്നാണ് ചേട്ടാ ഭഗവതിയോട്. ചേട്ടാ ഭഗവതി എന്ന് നമ്മൾ പറയുന്നു, ജ്യേഷ്ഠ ഭഗവതി എന്നൊക്കെയാണ് അത് തോന്നുന്നു. അപ്പോൾ ആ ഭഗവതിയോട് പറയുന്നത് ശ്രീ ഭഗവതി ഇരിക്കാത്തടത്ത് നിനക്ക് പ്രവേശനം ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ആരുടെ വീട്ടിലൊക്കെയാണോ വൃത്തിയാക്കാത്തത്, അതുപോലെ തന്നെ മാറാല കൂടി നിൽക്കുന്നത്, എന്താ പറയുക, തുണികൾ കഴുകാണ്ട് കൂട്ടിയിടുന്നത്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഈ ചേട്ടാ ഭഗവതി വസിക്കുക എന്നാണ് പണ്ട് അമ്മമാർ പറഞ്ഞു തരുന്നത്. ഒരു പക്ഷേ നമ്മളൊക്കെ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ട്രിക്കായിരിക്കാം. എന്തായാലും അങ്ങനെയാണ് പറയുക. വീടിൻ്റെ മുമ്പത്ത് ചെരുപ്പുകൾ കൂന കൂടിയിട്ട് ഇടുന്നത്, ബെഡ്ഷീറ്റ് വിരിച്ചിടാത്തത്, വീടിൻ്റെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകിയിടാത്തത്, അങ്ങനെ ഉള്ളിടത്താണ് ഈ ചേട്ടാ ഭഗവതി കുടിയിരിക്കുക എന്നാണ് പണ്ട് നമുക്ക് പറഞ്ഞു തരാറ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. കർക്കിടക മാസം ആകുമ്പോഴേക്കും നമുക്ക് വീട് വൃത്തിയാക്കണം. കർക്കിടക മാസം എന്ന് തന്നെയല്ല, എപ്പോഴും പറ്റാവുന്ന ഇടത്തൊക്കെ വീട് വൃത്തിയാക്കി ഇടുക എന്നുള്ളത് അങ്ങനെ ഉള്ളിൽ പെട്ടുപോയൊരു ചിന്തയാണ് കേട്ടോ. ഈ കർക്കിടക മാസം ആവണേലും മുമ്പ് വൃത്തിയാക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ഭാഗവും വൃത്തിയാക്കിയിട്ട് എല്ലാ വേസ്റ്റും എടുത്തിട്ട് പുറത്തേക്ക് കളഞ്ഞിട്ട് പറയേ, ചേട്ടാ ഭഗവതി പോ ശ്രീ ഭഗവതി വാ എന്ന് പറയും ഉത്തര. അങ്ങനെയാണ് അമ്മയൊക്കെ ചെയ്യണ കണ്ടേക്കണേ കേട്ടോ. എല്ലാം വൃത്തിയാക്കി നമ്മുടെ വീട്ടിലെ മാറാലയും വേസ്റ്റും ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് എറിയുമ്പോൾ അവർ പറയണതാണിത്, ചേട്ടാ ഭഗവതി പോ ശ്രീ ഭഗവതി വാ എന്ന് പറഞ്ഞിട്ടാണ് അവർ ശ്രീ ഭഗവതിയെ വിളിച്ച് കയറ്റുന്നത്. അങ്ങനെയാണ് പിറ്റേ ദിവസം തൊട്ട് നമ്മൾ രാമായണം വായിക്കുന്നതും ദശപുഷ്പം വയ്ക്കുന്നതും. അങ്ങനെ ഒരു മാസം എന്ന് പറയുന്നത് ഭയങ്കര ചിട്ടയായിട്ടുള്ള ഒരു ജീവിത രീതിയായിരിക്കും കേട്ടോ. കാരണം കർക്കിടകം എന്ന് പറഞ്ഞാൽ പഞ്ഞക്കർക്കിടകം എന്നാണ് പറയുക. കാരണം ഒരു പണി ഉണ്ടാവില്ല, എല്ലാവർക്കും പഷ്ണിയും പാടാണ്. എല്ലാവരും ഈ ചുറ്റുപാടും കിട്ടുന്ന ഇലകളും അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് വല്ല കറിയൊക്കെ ഉണ്ടാക്കുക. അതിനെയാണ് ഈ പഞ്ഞക്കർക്കിടകം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസം ആ കാലഘട്ടം ഒന്നും കൂടി മനുഷ്യരുടെ മനസ്സിലൊരു ഭക്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി, വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഒരു ഭക്തിയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചിട്ടകളൊക്കെ ഉണ്ടാക്കിയിരിക്കണേ കേട്ടോ.
അപ്പോൾ കാർ പോർച്ചൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടിലും കൂടി ഫ്രണ്ട് ഭാഗത്തും അതുപോലെ ട്യൂഷൻ ക്ലാസ്സിലേയും കൂടി മാറാലയൊക്കെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മാറാലയൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ വീട് നമ്മുടെ ശ്രീ ഭഗവതിക്കായിട്ട് ഒന്ന് ഒരുക്കി കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. അത്യാവശ്യം നാളെ നമ്മൾ സ്വാമി മുറിയും അതുപോലെ തന്നെ പുസ്തകങ്ങളും നാമപുസ്തകങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് വൃത്തിയാക്കണേന്നുള്ളത് നാളെ ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് രാമായണം ബുക്കൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇത്തിരി നേരത്തെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇരുന്ന് രാമായണം വായനയും വിളക്ക് കത്തിച്ച് രാമായണമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു ശാന്തതയാണ്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലും അതേ കേട്ടോ നല്ലൊരു ശാന്തതയായിരിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത്തിരി കല്ലുപ്പ് ഇട്ടിട്ടുള്ള വെള്ളം കൊണ്ട് ഞാൻ തുടയ്ക്കുകയാണ് കേട്ടോ. കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി പോകാൻ ഏറ്റവും നല്ലതാണെന്ന് പറയും. അപ്പോൾ ഞാൻ പടി കല്ലുപ്പൊക്കെ ഇട്ട് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ നമ്മളിതാ എല്ലാം അടിച്ച് മാറാലൊക്കെ തട്ടി വൃത്തിയാക്കി കാർ പോർച്ചൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. കാരണം അതിൽ പൊടിയോ മാറാമ്പിലയോ ഒന്നുമില്ല, ഒക്കെ ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ശ്രീ ഭഗവതിക്കായിട്ട് കർക്കിടക മാസത്തിനായിട്ട് ഞാൻ എൻ്റെ കാർ പോർച്ചും ചുറ്റുപാടൊക്കെ വൃത്തിയാക്കി ചെരുപ്പുകളൊക്കെ ഒതുക്കി വെച്ചു. എല്ലാം വച്ച് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും വേഗം ഓടിപ്പോയിട്ട് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടും വൃത്തിയാക്കാത്തവരാണെങ്കിൽ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ വീടിനെയൊക്കെ ഒന്ന് മനോഹരിയാക്കിയിട്ട് നമ്മൾ പുറത്തിറങ്ങി നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കുള്ളിലേക്ക് കയറുമ്പോൾ എത്ര സന്തോഷമാണ് ഉള്ളത് അത്രയും സന്തോഷമാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ശ്രീ ഭഗവതി നല്ല വലത് കാല് വെച്ച് കയറി നമ്മുടെ വീട്ടിലൊക്കെ ഐശ്വര്യം കളിയാടും കേട്ടോ. പറ്റാവുന്നവരൊക്കെ രാമായണം വായിക്കുക. നമ്മൾ ആ പണ്ടത്തെ ചിട്ടകളായ ദശപുഷ്പമൊക്കെ പറ്റാവുന്നത് ശേഖരിക്കാൻ നോക്കുക. മുക്കുറ്റി പൊട്ടൊക്കെ ഒന്ന് തൊട്ട് നോക്കുക. നമ്മുടെ ആചാരങ്ങളും ഒക്കെ പതുക്കെ നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്കായിട്ട് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു. ഈ വീഡിയോ കണ്ടതിന് നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പറ്റാവുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.